ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ, ഇന്ന് നമുക്ക് കുറച്ച് അധികം ഓർഡർ ഉണ്ട് കേട്ടോ. ഇന്ന് 60 സമൂസയും 60 കട്ട്ലേറ്റും അതുപോലെ തന്നെ 6 കിലോ ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നും ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത്. 6 കിലോ ബീഫും 5 കിലോ റൈസും ആണ് കേട്ടോ ഒന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ റൈസിനെക്കാട്ടിലും 1 കിലോ, ഇനിയിപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ 1 കിലോ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല അത്യാവശ്യം നല്ലോണം വിളമ്പി ഇട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവും. മറ്റേത് രണ്ടും സെയിം ആകുമ്പോൾ മസാല കുറച്ച് കുറവുള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനും 6 കിലോ ബീഫ് വേണമെന്നുള്ളത് കേട്ടോ. 1 കിലോ അധികം ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ ബീഫൊക്കെ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിന്. അതുകൊണ്ട് വേഗം കഴുകി വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഞാൻ ഈ ചെമ്പിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിൻ്റെലും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് അവിടെ കടന്നിട്ട് വേവട്ടെ. ഇനി നമുക്ക് സമൂസയും കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി കിഴങ്ങൊന്ന് കഴുകിയിട്ട് കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓരോന്നോരോന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരത്തിനാണൊക്കെ ആക്കേണ്ടത്. എന്നാലും ഒക്കെ റെഡി ആവണ്ടേ. നമ്മൾ പിന്നെ നോമ്പ് തുറക്കുന്ന സമയമല്ലേ, ആ ഒരു സമയമാകുമ്പോഴത്തേന് ഒക്കെ റെഡിയാക്കി വെക്കണം. പിന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും ഇന്ന് തറവാട്ടിക്ക് പോവാം കേട്ടോ നോമ്പ് തുറക്കാൻ. അവിടെ നോമ്പ് തുറ ഉണ്ടാക്കാൻ വിചാരിച്ചതൊന്നുമല്ല, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വിളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കേനും. അപ്പോൾ ഇന്നലെ ഇളച്ചൻ പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് കാറ്ററിംഗ് ഉണ്ട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ എൻ്റെതൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെ വന്നാൽ മതി, ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഉണ്ടാക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിതാ കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കിഴങ്ങ് നല്ലോണം കഴുകിയിട്ട് 2-3 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ മണ്ണൊക്കെ കളഞ്ഞ് കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിക്ക് ഇടാനുള്ള ചിക്കനും അതിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ബീഫ് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തു, പച്ചമുളകും ഇഞ്ചിയൊക്കെ. കിഴങ്ങ് ഞാൻ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ അതിൽ ഇട്ട് കൊടുത്താൽ മതി. മറ്റേത് കിഴങ്ങ് വെന്തിട്ടാൻ കുറേ നേരം പിടിക്കും. പിന്നെ അത് അരിയാനും വേണ്ട നിൽക്കുക. അപ്പോൾ ഇനി സമൂസയ്ക്കുള്ള ഫില്ലിംഗ് ആട്ടോ റെഡിയാക്കണത്. അപ്പോൾ വേഗം ഒരു പാത്രം അടുപ്പത്ത് വെച്ച്, ഇത് നമ്മളെ മൾട്ടി പോട്ടാണ് കേട്ടോ. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കൂലേ, ഇഡ്ഡലി ചെമ്പില്ലേ, അതാണ് കേട്ടോ. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴറ്റിയെടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. വെറും ഇഡ്ഡലി ചെമ്പ് മാത്രമായിട്ടല്ല, ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഉപകാരം ഉണ്ട് ഇതുകൊണ്ട്. അപ്പോൾ ഞാനിതാ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ സവാള ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അളവൊക്കെ അറിയാം കേട്ടോ. നമ്മൾ കടയ്ക്കും കട്ട്ലേറ്റും സമൂസയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാക്കി കൊടുത്തല്ലോ. അതുകൊണ്ട് പിന്നെ ഫില്ലിങ് ഇപ്പോൾ 60 സമൂസക്ക് വേണ്ട ഫില്ലിങ് എത്രയെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഇനി നമുക്ക് 60 സമൂസക്കുള്ള ഫില്ലിങ്. അങ്ങനെ അതിക്കുള്ള ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്ത് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പം ഗതികേടല്ലേ, ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കാൻ നിൽക്കണം. അപ്പം ഇതന്നെ കാണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ക്യാരറ്റും വന്നതിന് ശേഷം ഞാൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിനി കുക്കറിലിട്ടിട്ട് അത് ഉതിക്കിട്ടിട്ട് ഇതേപോലെ ചട്ടുകം വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വെന്തതുകൊണ്ട് ഉടഞ്ഞും ചെയ്തോളും. പിന്നെ നമ്മൾ കട്ട്ലേറ്റേക്കുള്ള കിഴങ്ങ് വേവിക്കാൻ വെച്ചിനല്ലോ, ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചോർന്ന് വരട്ടെ, എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കും വേണം. പിന്നെ സമൂസയ്ക്ക് നമ്മൾ ബീഫ് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫും ചിക്കനും രണ്ടും ചെറിയ ഓരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എടുത്താണ്ട് വേവിച്ച് ചിക്കന് കട്ട്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തു. ബീഫ് വേവിച്ചത് സമൂസൻ്റെ ഫില്ലിങ്ങൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ സമൂസ ഫില്ലിങ് റെഡിയായി. ഇനി നമ്മൾ കട്ട്ലേറ്റിക്കുള്ള സവാളയാണ് കേട്ടോ ഞാൻ ഇവിടെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോയിൽ ശരിക്കാണ് കാണിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ കട്ട്ലേറ്റിക്കൊക്കെ സവാള വാട്ടുമ്പോൾ എന്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇനി കിഴങ്ങൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടെ. ഒക്കെ നല്ലോണം വന്നതുകൊണ്ട്
ഇതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ എളുപ്പം ഉടഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ ചൂടായതുകൊണ്ട് കൈ കൊണ്ട് ഉടക്കാൻ ഗതിയിടാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചു കൊടുത്താലും മതി. അതിലേറെ സുഖം ഇതുകൊണ്ട് ഉടച്ചു കൊടുക്കണത് തന്നെയാണ് കേട്ടോ. അപ്പം അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ വഴറ്റിയ സവാളയും അതേപോലെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിൽ, അത് അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അതും അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതി, ഒരു 2 പിടി ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള വഴറ്റി എടുത്തതും അതേപോലെ ഈ ഒരു ബ്രെഡിൻ്റെ പൊടിയും ഒക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച്, അടുപ്പിലെന്തായാലും തീ ഉണ്ടല്ലോ ബീഫ് ഞാൻ വേവിക്കാൻ അവിടെ വെച്ചതുകൊണ്ട്, പിന്നെ വേഗം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2.5 കിലോ സവാള ഉണ്ടാവും കേട്ടോ. നമ്മൾ 6 കിലോ ബീഫല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുള്ള മസാല വേണ്ടേ. അപ്പോൾ ഒരു 2.5 കിലോ സവാള ഉണ്ട് കേട്ടോ. അത് അങ്ങനെ സവാള ഇട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനി കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ ഉപ്പിട്ടിട്ടില്ലേനോ ഒക്കെ വീഡിയോയിൽ കാണാനായിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഒരു 150 ഗ്രാം ഉണ്ടാവും. അതേപോലെ തന്നെ വെളുത്തുള്ളി 150 ഗ്രാം, ഇഞ്ചി ഒരു 100-ലേറെ കുറച്ചും കൂടി ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും കുറച്ച് ബീഫ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്തു. തക്കാളി ഇത് ഒരു 1.400 1.5 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ തക്കാളി. കറക്റ്റ് അളവ് പറയുന്നത് എന്താ അറിയോ, ഇനിയിപ്പോൾ പെരുന്നാൾക്കൊക്കെ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അളവൊന്നും കറക്റ്റ് അറിയാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അതേപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ കുറേ കൂട്ടുകാരുണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അളവും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റി കൊടുത്തപ്പോൾ എനിക്ക് കളറില്ലാത്ത പോലെ തോന്നി മസാല. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടെ ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കലും എരിവ് നോക്കലും ഒന്നും അറിയില്ല, ഒക്കെ നമ്മളൊരു കൈക്കണക്കിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ തൈരും തന്നെ ഒരു പാക്ക് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിക്ക്. പിന്നെ നാരങ്ങനീരും ചേർത്തിട്ടുണ്ട്. നാരങ്ങനീര് കുറച്ച് നേരത്തെ ചേർത്തിട്ടുണ്ട്. ഒരു 4 നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലും കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് നല്ലോണം വെന്ത് പൊട്ടരുത് കേട്ടോ. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മോടും കൂടെ ചെയ്യൂലേ, അപ്പം ബീഫ് നല്ലോണം വെന്ത് കലങ്ങും. അങ്ങനെ കലങ്ങരുത്, പാകത്തെ വേവാവണം. വേവേറി കഴിഞ്ഞാൽ ബീഫൊക്കെ പൊടിയും. അപ്പോൾ നമുക്ക് മസാലയിൽ നിന്ന് വിളമ്പുമ്പോൾ ഒരു സുഖം കിട്ടൂല. അപ്പോൾ പാകത്തെ വേവാവണം കേട്ടോ. അങ്ങനെ മസാല റെഡിയായി. ഇനി വേഗം ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ എപ്പോഴും ഇടുന്ന പോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ കട്ട് ചെയ്തതും പിന്നെ നമ്മളെ സ്പൈസസൊക്കെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഈ വെള്ളം തിളക്കണ്ടേ, അപ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട്ലേറ്റിൻ്റെ അച്ചൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ ഒരു നെയ്യും കുപ്പിൻ്റെ അടപ്പാട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിഞ്ചുമോൾ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഉമ്മച്ചിയെ കട്ട്ലേറ്റ് പറഞ്ഞു, ഉമ്മച്ചി വേറെ എന്തെങ്കിലും പണികൾ എടുക്കണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഓൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 3 മുട്ട ഒരു ബൗൾക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോർക്ക് കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഏതായാലും ഓൾ കട്ട്ലേറ്റ് ഉണ്ടാക്കല്ലേ, അപ്പോൾ ഞാൻ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഒക്കെയൊന്നും കഴിഞ്ഞിട്ടില്ല. ഓളങ്ങനെ ചെയ്തത് ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമുക്കിങ്ങനെ ഇടയ്ക്ക് ടൈം കിട്ടുമല്ലോ, ആ ടൈമിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാം. അപ്പോൾ തന്നെ വെള്ളം തിളച്ചതിന് പിന്നെ അരി ഇട്ട് കൊടുത്തു. അരി ഇട്ട് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ മാറലില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, കാരണം വേഗം വേറും. കൈമ റൈസ് ആകുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റുമ്പോഴേ പെട്ടെന്ന് തന്നെ വേവും വെന്ത് പൊടിയും. അപ്പോൾ അങ്ങനെ ആവരുത്, പാകത്തെ വേവിന് ഊറ്റണം, എന്നാലുള്ള ചോറ് നന്നാവുക. അപ്പോൾ മസാലയൊക്കെ എന്തായാലും ചെമ്പിൽ ഒക്കെ റെഡിയാക്കി വെച്ചിക്കണമല്ലോ നമ്മൾ, ഇനിയിപ്പോൾ ഊറ്റിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ മസാലയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അതിൽ തന്നെ ബീഫിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടായിനി, പിന്നെ കുറച്ച് നെയ്യും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പറ്റ ഡ്രൈ ആയ മസാലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം, ഒരു 2-2.5 ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ, അല്ലെങ്കിൽ വേഗം അടി പിടിക്കും. അങ്ങനെ റൈസ് ഊറ്റാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബാവും ചിഞ്ചും ഒക്കെ ഉണ്ട് കേട്ടോ ഊറ്റാൻ. അതുകൊണ്ട് എനിക്ക് സുഖമാണ്, ഓരുണ്ടായതുകൊണ്ട് ഒരു ഊറ്റണത് ഇങ്ങനെ ഇതിക്ക് ഇട്ട് കൊടുത്താൽ മതി.
അങ്ങനെ ഇങ്ങനെ ചെറിയ കാര്യത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓരും ചെയ്ത് തരികയാണെങ്കിലേ നമുക്കല്ല സുഖമാണ്. ഹെൽപ്പിന് ആളുണ്ടാവുമ്പം ഒക്കെ നമ്മൾ കടന്നുകാണ്ട് പെടയണ്ട. അപ്പോൾ ഇതാ എന്താ റൈസൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിനും അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ടേന്. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ തറവാട്ടിൽ എന്താ ഞങ്ങൾ ഉപ്പ മരിച്ചിട്ട് ആദ്യത്തെ ഒത്തുകൂടലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഉപ്പ മരിച്ചിട്ട് പിന്നെ ഉമ്മയ്ക്ക് ഇവിടെ അല്ലേനോ, പിന്നെ എന്താ 7 നമ്മൾ ഇവിടെയാണ് കഴിച്ചിനി ഇതൊക്കെ. പിന്നെ 40 കഴിഞ്ഞാലും അങ്ങോട്ട് പോയി. പിന്നെ എല്ലാവരും പോയി പോരും നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടില്ല ഇതുവരെ ആയിട്ടും. അപ്പോൾ അതൊരു സങ്കടം തന്നെയാണ്. ഇനി കഴിഞ്ഞ നോമ്പ് തുറവിക്കൊക്കെ എപ്പം ഉണ്ടായിരുന്നല്ലോ നമ്മളെ വീഡിയോയിലുണ്ടാവും. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണതുകൊണ്ടേ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോക്കെ കാണാൻ പൂതിയാകുമ്പോൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണും കേട്ടോ. അപ്പോൾ ഒരു സങ്കടമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പറയലോ ഈ റമദാനിക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, ഇനിയിപ്പോൾ അടുത്ത റമദാനിക്ക് ആരൊക്കെ ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റൂല എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞങ്ങളെപ്പം പറയലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റമദാനിക്ക് ഇപ്പം അല്ല എന്തായാലും ഇപ്പം എന്നെ ഖബർ പഠിച്ചോ സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ ഞാൻ ഊറ്റിയിട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തതും സവാള ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു, നെയ്യും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറ്റ മറന്നു കേട്ടോ, റോസ് വാട്ടറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിനി. റോസ് വാട്ടർ ഇങ്ങനെ ഇതിൻ്റെ മേലെ കൂടെ റൈസ് നമ്മളിങ്ങനെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറായിട്ട് ചേർത്ത് കൊടുക്കുമല്ലോ, ആ സമയത്ത് റോസ് വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബിരിയാണി പൊട്ടിക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലേക്കാരം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഏക്കാരം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കണ്, ചേർക്കണം എന്ന് വിചാരിച്ച് മറന്നു കേട്ടോ. മറവിൻ്റെ ഒരു ആസാമിയാണ് ഞാൻ. അപ്പോൾ കുറച്ച് മുന്നേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ അധികം റോസ് വാട്ടർ ചേർക്കലുണ്ടേന്. പിന്നെ ഞാൻ ഇത് വാങ്ങണ സാധനങ്ങൾ വാങ്ങിക്കണ കടയിൽ ഞാൻ ചോദിക്കുമ്പോൾ റോസ് വാട്ടർ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനെ കിട്ടലില്ല. അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ റോസ് വാട്ടർ ചേർക്കലില്ല, അങ്ങനെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് റോസ് വാട്ടർ ഒന്ന് തെളിച്ച് നോക്കൊണ്ട്. അത് മുഖത്ത് തേക്കണ റോസ് വാട്ടർ ആണോ എന്ന് ചോദിക്കലുണ്ട് ചില ആൾക്കാർ. അതെങ്ങനെ എനിക്കറിയില്ല കേട്ടോ, ഫുഡിൽ ചേർക്കണതാണെന്ന് പറഞ്ഞാൽ മതി വാങ്ങിക്കുമ്പോൾ. അങ്ങനെ ബിരിയാണീൻ്റെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഓലക്കൊടി വെച്ചിട്ട്. നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ. അപ്പോൾ ആ കനലിൽ അങ്ങനെ കിടക്കട്ടെ. നടുക്കത്തെ കനലൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നീക്കി കൊടുത്താണ്. ഇനി സമൂസ ചുറ്റണം. ഇത് പിന്നെ ഞാൻ തന്നെ ചെയ്യണം കേട്ടോ, അത് നമുക്ക് ആരും വരില്ല. ചിഞ്ചുമോള് ചുറ്റാൻ വരികയൊക്കെ ചെയ്യും, പക്ഷെ നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ. അതെന്താ അറിയോ, അതിൻ്റെ ഓള് ചുറ്റുമ്പോഴേ അതിൻ്റെ അടിയിൽ വലിയ ഹോൾസേക്കാരം, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എണ്ണ ഇറങ്ങും. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാനോട് കൂടിയതുകൊണ്ട് അത് വേഗം കഴിഞ്ഞിട്ടോ. ഇനി ഇതും കൂടെ വേഗം റെഡിയാക്കിയിട്ട് ഒക്കെ പൊരിച്ചെടുക്കാമെന്ന് കരുതിട്ടോ. സമൂസ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കണം നല്ലത്. ഇല്ലെങ്കിൽ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്താൽ വേഗം എണ്ണ കറുത്ത കളറാവും, അപ്പോൾ പറ്റൂല. അപ്പോൾ സമൂസ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ അധികം വറ്റൂല, എണ്ണക്ക് കേടും ഉണ്ടാവില്ല, കളറിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കട്ട്ലേറ്റൊക്കെ റെഡി ആയിക്കണ്. അപ്പോൾ സമൂസ ഒക്കെ റെഡി ആക്കട്ടെ. സമൂസ ഫ്രൈ ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ കണ്ടോ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ എടുത്ത അളവിൽ ഞാൻ 2 കിലോ കിഴങ്ങാട്ടോ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരളവിൽ 64 സമൂസൻ്റെ കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാബുവിന് കട തുറക്കാൻ പോകാനായിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തന്നാൽ ഞാൻ പൊരിച്ചെടുക്കുക സമൂസ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സമൂസ ചുറ്റിൽ കഴിഞ്ഞിട്ടില്ലേനി. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നാൽ പിന്നെ ഒരു പൊരിച്ചാൽ പിന്നെ കുറച്ചും കൂടെ ഉണ്ട് ചുറ്റാൻ, അതിൻ്റെ അടിയിൽ അങ്ങനെ ചുറ്റാലോ എന്ന് കരുതി. അപ്പോൾ ഇപ്പം കരിമ്പ് ജ്യൂസിന് ഓർഡർ ഉണ്ടാവും. നോമ്പ് തുറക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഓർഡർ ചെയ്യലുണ്ട് കേട്ടോ, അപ്പോൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പം ഇപ്പം നേരത്തെ കട തുറക്കലുണ്ട്. പിന്നെ നോമ്പ് തുറക്കാനാവുമ്പോൾ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ പിന്നെ നോമ്പ് തുറന്നിട്ടാണ് കട തുറക്കൽ കേട്ടോ. നോമ്പൊക്കെ തുറന്ന് കുറച്ചാക്കം പോലെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കട തുറക്കൽ. അപ്പോൾ ഇപ്പോൾ നേരത്തെ തുറക്കാൻ പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കൊടുത്തിട്ടോ. അപ്പോൾ സമൂസൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ബാബുവിന് സമൂസ ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമാണ്, കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ പൊട്ടിക്കൂട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും ചെയ്യും, പൊട്ടിക്കും പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ പൊടിയും ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടേ. അപ്പോൾ അതിന് നിൽക്കില്ല, അത് ഞാൻ തന്നെ പൊരിച്ചെടുക്കൽ. അങ്ങനെ സമൂസയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ബാക്കിയുള്ളത് ഞാനും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ 2 ചട്ടിയിലായിട്ട് നമ്മൾ കട്ട്ലേറ്റും ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്നൊക്കെ ഞാൻ കോരി മാറ്റി. അപ്പോൾ ചിഞ്ചുമോൾ ഇതും കൊണ്ട് വീഡിയോ എടുക്കാൻ പോട്ടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാലും വീഡിയോ എടുത്ത് തരാനൊക്കെ മടിയാണ്. അപ്പം ഇന്ന് കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്തപ്പോഴേ പുറത്തുകൊണ്ടെങ്ങാണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്.
ചിലപ്പോൾ അങ്ങനെ കേട്ടോ. അതേപോലെ കട്ട്ലേറ്റും സമൂസയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ. ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഒരാരും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. ട്രൈപോഡുമ്മ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ഞാൻ തിരിക്കലും ഓണാക്കലൊക്കെ ആണ്. കുട്ടികളങ്ങനെ വിളിക്കലൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആയിട്ടോ. അപ്പോൾ സമൂസയായി, കട്ട്ലേറ്റും ആയി. പിന്നെ ഇനിയിപ്പോൾ ബിരിയാണിക്കുള്ള തൈര് വാവ് റെഡിയാക്കിയിട്ടുണ്ടേനും. അത് ഫ്രിഡ്ജിൽ വെച്ചിനി. അതിന് കൊടുക്കാനുള്ള പാത്രത്തേക്ക് ആക്കിയാൽ മതി. അതും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാർ നമ്മൾ കാരക്കച്ചാർ കേട്ടോ അതിൻ്റെ കൂടെ കൊടുത്തിനത്. ഞാൻ പാത്രത്തിലാക്കിയിട്ടില്ല, ബോട്ടിലടക്കം അങ്ങനെ കൊടുത്തേക്കാണ്. വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഈ മാസത്തെ ഗിവ് അവേ വിന്നറെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പോൾ തിരക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് ആരാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പ്രാവശ്യം ഉണ്ണിയപ്പച്ചട്ടി അയച്ചു കൊടുത്തല്ലോ, ഒരിക്കൽ ചട്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഒന്ന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിനി. പിന്നെ ഞാൻ മറന്നുപോയി. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് ഓർമ്മ വന്നത്. ഇനി നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബിരിയാണി ചെമ്പ് മേലേക്ക് കയറ്റലാണ് വലിയ ടാസ്ക്. എന്നാലും അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോഴത്തേന് പിന്നെ ഫുഡ് കൊണ്ടുപോകാൻ ആൾ വന്നിട്ടുണ്ടതിന്. അങ്ങനെ ഒക്കെ ഒരുക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേന് ഫുഡൊക്കെ ആയിട്ടും ഉണ്ടായിന്. പിന്നെ ഫുഡ് കൊണ്ടുപോയവർ നല്ല റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തറവാട്ടിക്ക് പോയിക്കാണ് കേട്ടോ. അവിടുത്തെ വീഡിയോ ഒന്നും പിന്നെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെന്നപ്പോഴത്തേന് ടേബിളൊക്കെ സെറ്റാക്കിയാണ്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ട് അൽഹംദുലില്ലാ എല്ലാവരും കൂടി നോമ്പൊക്കെ തുറന്നു. പിന്നെ ബിരിയാണിയൊക്കെ പൊട്ടിക്കാണ് കേട്ടോ. അപ്പം എൻ്റെ ഇളച്ചൻ്റെ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്, റിപ്ലൈ തരാൻ പറ്റണില്ല. അപ്പോൾ കുറേ കമൻറ്റിനുണ്ട് റിപ്ലൈ തരാൻ. സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി സമയം കിട്ടുമ്പോൾ എല്ലാവരുടെ കമൻറ്റിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ ഞാൻ ചില കമൻറ്റിനൊക്കെ റിപ്ലൈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദുആയിൽ ഉൾപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഞാൻ ഉൾപ്പെടുത്തലുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയലുമുണ്ട്. അപ്പോൾ നിങ്ങളെ ദുആയിൽ ഇനി ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് ചോറ് കിട്ടൂല എന്നൊക്കെ ചോദിച്ചു. ഇനിയും ബദിരീങ്ങളാണ്ടല്ലേ ഇനിയോ. അപ്പോൾ നമ്മളവിടെ ഒന്നും അങ്ങനെയല്ല കേട്ടോ. പള്ളിയിൽ നിന്ന് ചോറൊന്നും കിട്ടൂല. അപ്പോൾ ഉപ്പ മരിച്ചിട്ട് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നപ്പോൾ. അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാബു ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇളച്ച ഉണ്ടാവില്ല. ഇന്നിപ്പം എല്ലാവരും ഉണ്ട്. ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മക്കളും പേരക്കുട്ടികളും മരക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം. ഉപ്പ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. അപ്പോൾ ഉപ്പാനെ അല്ലാതെ മിസ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഉപ്പാനെയും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ പുണ്യമാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലത്തെ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടില്ലേ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പൻ്റെ ഇവിടുത്തപ്പ ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഖബറും പഠിച്ചോന് സ്വർഗീയ പൂന്തോക്കിലാക്കി കൊടുക്കട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാൻ്റെയും അനിയത്തിക്കുട്ടിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഓരോരുത്തർ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമാണ്. ഉമ്മാൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്നേക്ക് ഈ വീഡിയോ എടുത്ത് അന്ന് കേട്ടോ, ബദിരീങ്ങളാണ്ടിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുത്തിരുന്നത് ഞാൻ. അപ്പോൾ അന്നേക്ക് 3 മാസം തികഞ്ഞു ഉപ്പ മരിച്ചിട്ട്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട്, ഉമ്മാനെ അനിയത്തിക്കുട്ടിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ, നിങ്ങളെ വീട്ടിൽ നിർത്തിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മളെ വീട്ടിൽ നിൽക്കണത്. പക്ഷേ ഉമ്മ നിൽക്കൂല. നമുക്ക് ഇപ്പം പുതിയ വീടൊക്കെ ഉമ്മാക്ക് ഉണ്ടായതല്ലേ. അപ്പം ഉമ്മാക്കും ഉണ്ടാവില്ല അവിടെ നിൽക്കാനൊക്കെ ആഗ്രഹമൊക്കെ. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വിളിക്കായിട്ടും നമ്മൾ നിർത്തായിട്ടും ഒന്നും അല്ല, അങ്ങനെ വിചാരിക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.